സേവക്കും ഈസിലൻ PSCയിലേക്ക് സ്വാഗതം. കേരള വാട്ടർ അതോറിറ്റി കമ്പൈലർ LDC പ്രോഗ്രാമർ തസ്തികയിലേക്ക് നടത്തിയ PSC എക്സാമിൻ്റെ മാത്സിൻ്റെ ആൻസർ കീയാണ് നമ്മൾ ഈ വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം. അത് നമുക്ക് പെട്ടെന്നുള്ള കാര്യങ്ങൾ ആദ്യം നമുക്ക് ചെയ്തു തീർക്കാം. അതിനുശേഷം ടഫായിട്ടുള്ള ക്വസ്റ്റ്യനിലേക്ക് പോകാം. ചില കോഡിംഗ് ഭാഷയിൽ മൊബൈൽ എന്നത് QSFMP ആയി കോഡ് ചെയ്തിരിക്കുന്നു. അതേ ഭാഷയിൽ എങ്ങനെയാണ് ഫോൺ കോഡ് ചെയ്തിരിക്കുന്നത്? അപ്പോൾ ശ്രദ്ധിക്കൂ. മൊബൈൽ QSFMP എന്നാണ് കോഡ് ചെയ്തിരിക്കുന്നത്. അപ്പം ഈ എമ്മും PQവും കൂടി തമ്മിൽ എന്തോ ഒരു കണക്ഷനുണ്ട്. അതായത് M കഴിഞ്ഞിട്ട് 3 ലെറ്റർ കഴിഞ്ഞിട്ട് വരുന്നതാണ് Q, NOP ദെൻ Q. അതേപോലെ തന്നെ O കഴിഞ്ഞിട്ട് 3 ലെറ്റർ കഴിഞ്ഞ് വരുന്നതാണ് S. അതേപോലെ B കഴിഞ്ഞിട്ട് 3 ലെറ്റർ വരുന്ന B കഴിഞ്ഞിട്ട് C, D, E ഇല്ല, E കഴിഞ്ഞിട്ട് F, I കഴിഞ്ഞിട്ട് J, K, L ദെൻ M. അപ്പോൾ +3 വരുന്ന ഫോമിലാണ് തന്നിരിക്കുന്നതെന്ന് മനസ്സിലായി. ഇനി ഫോൺ കഴിഞ്ഞിട്ട് ഫോണാണ് കോഡ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഫോൺ നമുക്ക് എഴുതാം. പിയുടെ കൂടെ +3 വരും. അപ്പോൾ എന്ത് വരും? QRS ദെൻ T. അപ്പോൾ T വെച്ച് തുടങ്ങുന്നതാണ് ആൻസർ എന്ന് നമുക്ക് മനസ്സിലായി. T വെച്ച് തുടങ്ങുന്നതാണ്. T വെച്ച് തുടങ്ങുന്ന 2 ഓപ്ഷനുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത ലെറ്റർ കൂടെ നോക്കാം. Hൻ്റെ കൂടെ 3 കൂട്ടുക. H കഴിഞ്ഞിട്ട് എന്താ? I, J, K ദെൻ L. അപ്പോൾ TL വരുന്ന ഉത്തരമാണ് TLSRI. ഓക്കെ. അരുൺ, വരുൺ, കിരൺ എന്നിവർ നടന്നാണ് പോകുന്നത്. അവരുടെ ഓരോ ചുവടും യഥാക്രമം 55 സെൻറ്റിമീറ്റർ, 60 സെൻറ്റിമീറ്റർ, 65 സെൻറ്റിമീറ്റർ. അവർ ഒരുമിച്ച് ചുവട് വെച്ചാൽ പൂർണ്ണ ചുവടുകളിലെ ദൂരം മറികടക്കാൻ ഓരോരുത്തരും നടക്കേണ്ട ഏറ്റവും കുറഞ്ഞ ദൂരം എന്ത്? ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻ കണ്ടു കഴിഞ്ഞാൽ നമുക്കറിയാൻ പറ്റും എന്താണ് അത് ചോദിച്ചിരിക്കുന്നത്. LCM കണ്ടുപിടിച്ചാൽ മാത്രം മതി. അപ്പോൾ 55, 60, 65 ഇതിൻ്റെ 3 LCM കണ്ടുപിടിച്ചാൽ മതി. 5 വെച്ചിട്ട് 11, 12, 13. അപ്പോൾ എന്ത് ചെയ്താൽ മതി? 11 × 12 × 13 × 5. ഇത്രയും ചെയ്യുമ്പോൾ എന്ത് കിട്ടും? ഇത്രയും ചെയ്യുമ്പോൾ കിട്ടുന്നത് 11 × 12 × 13 × 5 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ആൻസറാണ് 8580 എന്ന് കിട്ടും. ഓക്കെ. 8580 സെൻറ്റിമീറ്റർ എന്ന് കിട്ടും. നമുക്ക് ഇവർ ആൻസർ തന്നിരിക്കുന്നത് മീറ്ററും സെൻറ്റിമീറ്ററിലുമാണ്. അപ്പോൾ 1 മീറ്റർ എത്രയാണ്? 100 സെൻറ്റിമീറ്റർ. അപ്പം നമുക്ക് ഇതിനെങ്ങനെ എഴുതാം? 85 മീറ്റർ 8580 ഡിവൈഡ് ബൈ 100 കൊടുക്കുമ്പോൾ എന്ത് കിട്ടും? 85 മീറ്റർ 80 സെൻറ്റിമീറ്റർ. എന്ത് വരും? 85 മീറ്റർ 80 സെൻറ്റിമീറ്റർ. ഓപ്ഷൻ A ആണ് ആൻസറായിട്ട് വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഡിപ്പോയിലെ ക്ലോക്ക് ഉച്ചയ്ക്ക് 1 മണി കാണിക്കുമ്പോൾ ഒരു ബസ് ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ടു. ഓക്കെ. 1 മണിക്ക് പുറപ്പെട്ടു. ഓക്കെ. ദെൻ ബസ് അവസാന ബസ് സ്റ്റോപ്പിലെത്തിയപ്പോൾ അവസാന ബസ് സ്റ്റോപ്പിലെ ക്ലോക്ക് 1:45 ബസ് എത്തിയപ്പോൾ എത്ര മണിയായി? 1:45 ഓക്കെ. ദെൻ 30 മിനിറ്റ് വിശ്രമിച്ച ശേഷം ബസ് ആദ്യ റൂട്ടിൻ്റെ 30 മിനിറ്റ് വിശ്രമിച്ചു. അപ്പോൾ നമുക്കത് എഴുതാം. വിശ്രമിച്ച സമയമാണ് 30 മിനിറ്റ്. ബസ് ആദ്യ റൂട്ടിൻ്റെ 1.5 മടങ്ങ് ദൈർഘ്യമുള്ള മറ്റൊരു റൂട്ടിലൂടെ ബസ് ഡിപ്പോയിലേക്ക് മടങ്ങി. ഉച്ചയ്ക്ക് 2:30 എത്തുകയും ചെയ്തു. ബസ് ഡിപ്പോയിലെ ക്ലോക്കിനെ അപേക്ഷിച്ച് അവസാന ബസ് സ്റ്റോപ്പിലെ ക്ലോക്ക് എത്രയായിരിക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര കൂടുതലാണോ അതോ കുറവാണോ എന്നൊക്കെയാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പോൾ ഇവർ പറഞ്ഞിട്ടുണ്ട് ഡിപ്പോയിലെ ക്ലോക്ക് ഉച്ചയ്ക്ക് 1 മണിക്ക് പോയിട്ട് ഒരു ബസ് ഡിപ്പോയിൽ നിന്ന് പുറപ്പെട്ടു. 1 മണിക്ക് പുറപ്പെട്ട് 1:45 ലാസ്റ്റ് അവസാന ബസ് സ്റ്റോപ്പിൽ എത്തി. അപ്പോൾ ഇവർ സഞ്ചരിക്കാനെടുത്ത സമയം എത്രയാണ്? 3/4 മണിക്കൂർ കൊണ്ടാണ് സഞ്ചരിച്ചത്. ഓക്കെ. ദെൻ 30 മിനിറ്റ് വിശ്രമിച്ച്. അപ്പോൾ 1:45 എത്തിയവർ 30 മിനിറ്റ് വിശ്രമിച്ച് കഴിയുമ്പോൾ എന്താകും? സമയം എത്രയായും? 1:45 + 30 = 2:15 മണിയായപ്പോൾ അവർ പുറപ്പെട്ടു. ഓക്കെ. എന്നിട്ട് എന്ത് ചെയ്തു?
2:15 മണിയായപ്പോൾ പുറപ്പെട്ടു. എന്നിട്ട് ഇവർ പറഞ്ഞിരിക്കുന്നത് ആദ്യ റൂട്ടിൻ്റെ 1.5 മടങ്ങ് ദൈർഘ്യമുള്ള മറ്റൊരു റൂട്ടിലൂടെ ബസ് ഡിപ്പോയിലേക്ക് മടങ്ങി. അപ്പോൾ എത്ര സ്പീഡ് അതിനെക്കുറിച്ചൊന്നും ഇവർ മെൻഷൻ ചെയ്യുന്നില്ല. ആദ്യ റൂട്ടിൻ്റെ 1.25 മടങ്ങ് ദൈർഘ്യമുള്ള റൂട്ടിൽ കൂടെ പോയി, എന്നിട്ട് 2:30 എത്തിയെന്നാണ് പറഞ്ഞത്. അതായത് 2:15 മണിക്ക് പോയി 2:30 എത്തി. അപ്പോൾ ഇപ്പോൾ ബസ് ഡിപ്പോയിലെ ക്ലോക്കിനെ അപേക്ഷിച്ച് അവസാന ബസ് ഡിപ്പോയിലെ ക്ലോക്ക് എത്ര സമയം കൂടുതലാണ്? അതായത് 2:15 പോയി 2:30 എത്തി. അപ്പോൾ എത്ര സമയമായിരിക്കും എടുത്തത്? 15 മിനിറ്റ് ഫാസ്റ്റ്. 15 മിനിറ്റാണ് അവർ പോകാനെടുത്ത സമയം. ഇവർ ഈ 1.5 മടങ്ങ് ദൈർഘ്യമുള്ള മറ്റൊരു റൂട്ടിലൂടെ അതിലൊന്നും കാര്യങ്ങളോ ഇല്ല. ഇവർ പറഞ്ഞിരിക്കുന്ന ഇത്രയും മാത്രം നോക്കിയാൽ മതി. 1 മണിക്ക് അവർ പുറപ്പെട്ട് 1:45 എത്തി. ഓക്കെ, എന്നിട്ട് അരമണിക്കൂർ റെസ്റ്റ് എടുത്തു, പിന്നെയും പോയി 2:30 എത്തി. ഓക്കെ, അപ്പോൾ അരമണിക്കൂർ റെസ്റ്റ് എടുത്തെന്ന് പറയുമ്പോൾ 2:15 ആയി. 2:15 പോയി 2:30 അടുത്ത ഡിപ്പോയിലെത്തി. അവസാന ബസ് സ്റ്റോപ്പിലെ ക്ലോക്ക് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. എത്ര സമയം കൂടുതലാണോ കുറവാണ്? അപ്പോൾ 2:15 പോയി 2:30 എത്തുമ്പോൾ എത്രയായി? 15 മിനിറ്റ് കൂടുതൽ. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അരവിന്ദ് ഒരു ബാങ്കിൽ 640 രൂപ നിക്ഷേപിച്ചു. ഏതോ അടിയന്തര സാഹചര്യം കാരണം 2 വർഷവും 8 മാസവും കഴിഞ്ഞ് അദ്ദേഹം ആ തുക പിൻവലിച്ചു. ബാങ്കിൽ നിന്ന് അദ്ദേഹത്തിന് 844 രൂപ 80 പൈസ ലഭിച്ചു. ബാങ്കിന് സാധാരണ പലിശ നിരക്കിൽ ആണെങ്കിൽ പലിശ നിരക്ക് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇപ്പം അവരുടെ നിക്ഷേപിച്ച തുക എത്രയാണ്? പി എന്ന് പറയുന്നത്, നിക്ഷേപിച്ച തുക എന്ന് പറയുന്നത് 640 ആണ്. നമ്പർ ഓഫ് ഇയേഴ്സ് ആണ് 2 വർഷവും 8 മാസവും. ഇവർ ലാഭം എന്നല്ല പറയുന്നത്, പലിശ എത്രയാണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പലിശ കിട്ടിയത് എത്രയാണെന്ന് അറിയണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ലാസ്റ്റ് നമ്മൾ പിൻവലിച്ച തുകയും, ലാസ്റ്റ് എത്ര രൂപ കിട്ടിയ അയാൾക്ക്? 844.80 രൂപയാണ് അങ്ങേർക്ക് കിട്ടിയത്. അയാൾ എത്ര ഡിപ്പോസിറ്റ് ചെയ്തായിരുന്നു? 640 രൂപ ഡിപ്പോസിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ പുള്ളിക്ക് കിട്ടിയ എത്രയാണ്? 204 രൂപ 80 പൈസയാണ് പുള്ളിക്ക് കിട്ടിയ പലിശ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായല്ലോ. അപ്പോൾ ഇനി ഒന്നും കൂടെ ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിക്കോ. അരവിന്ദ് ഒരു ബാങ്കിൽ 640 രൂപ നിക്ഷേപിച്ചു. ഏതോ അടിയന്തര സാഹചര്യം കാരണം 2 വർഷവും 8 മാസവും കഴിഞ്ഞ് അദ്ദേഹം ആ തുക പിൻവലിച്ചു. ബാങ്കിൽ നിന്ന് അദ്ദേഹത്തിന് 844 രൂപയും 80 പൈസയും ലഭിച്ചു. ബാങ്കിന് സാധാരണ പലിശ നിരക്കാണെങ്കിൽ പലിശ നിരക്ക് എത്ര? ഇപ്പോൾ ചോദിച്ചിരിക്കുന്നത് റേറ്റാണ് ചോദിച്ചിരിക്കുന്നത്. റേറ്റ് എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് തുകയുണ്ട്, നമ്പർ ഓഫ് ഇയേഴ്സ് ഉണ്ട്, കിട്ടിയ പലിശയുണ്ട്, റേറ്റ് എത്രയാണെന്നാണ് അറിയേണ്ടത്. അപ്പം നമുക്ക് I = PNR/100 എന്ന ഫോർമുല അറിയാമല്ലോ. I = PNR/100 എന്ന ഫോർമുല അറിയാം. ഇവർ തന്നിരിക്കുന്നത് N എന്ന് പറയുന്നത് 2 വർഷവും 8 മാസവുമാണ് തന്നിരിക്കുന്നത്. N എത്രയാണ് തന്നിരിക്കുന്നത്? 2 വർഷം 8 മാസം. അത് മനസ്സിലായല്ലോ. നമുക്ക് ഈ 8 മാസത്തിന് നമുക്ക് എന്ത് എഴുതാം? 8 മാസത്തിന് നമുക്ക് 8/12 എന്ന് എഴുതാം. ഓക്കെ, അപ്പോൾ 2 വർഷവും 8/12 നമ്മൾ വെട്ടിക്കളയുമ്പോൾ എന്താവും? 4 വെച്ച് കൂട്ടുമ്പോൾ 2/3 എന്നാവും. അപ്പോൾ 2 വർഷവും 2/3 വർഷവും കൂടെ ചേർന്നതാണ് നമ്പർ ഓഫ് ഇയേഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 3 × 2 6, 3 × 6, 3 × 6 × 8/3. അപ്പോൾ N എന്നുള്ളത് 8/3 എന്ന് ആണെന്ന് മനസ്സിലായല്ലോ. N 2 വർഷവും 8 മാസവുമാണ്. അപ്പോൾ 2 വർഷം പ്ലസ് 8 മാസത്തെ നമുക്ക് 8/12 എന്ന് എഴുതാം. അതിന് നമ്മൾ 4 വെച്ച് വെട്ടുമ്പോൾ 2/3 എന്ന് കിട്ടും. അപ്പോൾ 3 × 6 × 8/3 എന്ന് കിട്ടി. അപ്പോൾ Nൻ്റെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? Nൻ്റെ വാല്യൂ നമുക്ക് കിട്ടിയത് 8/3. ഓക്കെ, Nൻ്റെ വാല്യൂ നമുക്ക് 8/3 എന്ന് കിട്ടി. ഇനി നമുക്ക് ഫോർമുലയിലായിട്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതിയാവും. എന്താണ്? I = PNR/100 ആണ്. അപ്പോൾ എന്ത് ചെയ്താൽ മതി? I = PNR/100. ഐയുടെ വാല്യൂ എത്ര നമുക്ക് കിട്ടിയത്? 204. ഐ എന്ന് വെച്ചാൽ ഇൻട്രസ്റ്റ്, ലാഭം, പലിശ എന്ന് പറയുന്നത് 204.80 = പി എത്രയാണ്? പി നമ്മൾ നിക്ഷേപിച്ച തുകയാണ്. പി 640 രൂപയാണ് നിക്ഷേപിച്ചത് എത്രയാണ്? 640 രൂപയാണ് നിക്ഷേപിച്ചത്. NR എന്ന് പറയുന്നത് 8/3 ആണ്. റേറ്റ് ആണെങ്കിൽ നമുക്ക് അറിയത്തില്ല, 6 ഇട്ടു, /100. നമുക്ക് ഈ 100 ഇപ്പുറത്തേക്ക് വരുമ്പോൾ എന്താകും?
204.80 എന്നാകും. ഡെസിമൽ പ്ലേസ് അങ്ങ് മാറും. ഇവിടെ 8/3 അല്ലേ, ഈ 3 ഇങ്ങോട്ട് വരുമ്പം ഇൻറ്റു 3 ഡിവൈഡഡ് ബൈ 640 ഇൻറ്റു 8 എന്ന് വരും. ഓക്കെ, ഈക്വൽ ടു 6 എന്ന് കിട്ടും. ഇപ്പോൾ 0 0 ക്യാൻസൽ ചെയ്തു. 8 വെച്ച് ക്യാൻസൽ ചെയ്യുമ്പം 8 2 16, 16 44 എന്ന് പറയുമ്പോൾ എത്ര വരും? 5 40, പിന്നെ 4 ശിഷ്ടം വരും. 48 എന്ന് പറയുമ്പം 6 48. ഓക്കെ, അപ്പോൾ അത്രയും കിട്ടി. 64 256 എത്ര പ്രാവശ്യമാണ്? 4 പ്രാവശ്യമാണ് 256. അപ്പോൾ 4 × 3 12. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് 12 എന്നുള്ളതാണ്. 12% പലിശ. ഓക്കെ, ഇതിൽ പ്രത്യേകിച്ചൊന്നും നോക്കാനില്ല. ആ n 8/3 ആക്കുന്ന കാര്യം മാത്രം ശ്രദ്ധിച്ചാൽ മതി. ബാക്കിയെല്ലാം സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്. n എങ്ങനെ 8/3 ആണെന്നുള്ള കാര്യം മാത്രം നമ്മൾ നോക്കിയാൽ മതിയാവും. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. -2 2 8 16 26 അടുത്ത നമ്പർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. -2ഉം 2ഉം തമ്മിൽ എത്ര ഡിഫറൻസ് ഉണ്ടാവും? നമുക്ക് ഇവിടെ നിന്ന് അങ്ങോട്ടുള്ള ഡിഫറൻസ് നോക്കാം. 26 നിന്ന് 10 കുറയ്ക്കുമ്പോൾ 16 കുറയ്ക്കുമ്പോൾ 10, ഇവിടെ 10. 16 നിന്ന് 8 കുറയ്ക്കുമ്പം 8, 8 നിന്ന് 2 കുറയ്ക്കുമ്പോൾ എത്ര? 6, 2 നിന്ന് -2 പറയുമ്പോൾ 4. അപ്പം 4 6 8 10 വരും. ഇനി അടുത്തത് വരുന്ന 12 കൂട്ടുന്നതായിരിക്കും. അപ്പോൾ 26 + 12 എന്ന് പറയുമ്പോൾ എത്രയാണ്? 26 + 12 = 38. 4 6 8 10 നെക്സ്റ്റ് നമ്പറിൻ്റെ കൂടെ 12 കൂട്ടണം. അതായത് 26 + 12 = 38. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇത് ചോദിച്ചിരിക്കുന്നത് ഈ സിമ്പിൾസ് എല്ലാം നോക്കി വെക്കുക. എന്ന ചിഹ്നങ്ങളുടെ ശ്രേണിയിൽ മൈനസ് കൊണ്ട് തൊട്ട് മുമ്പ് വരാത്തതും ഇൻറ്റു കൊണ്ട് തൊട്ട് പിന്നാലെ വരാത്തതുമായിട്ടുള്ള എത്ര പ്ലസ്സുകൾ ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ നമുക്ക് പ്ലസ് നോക്കാം. ഇവിടെ പ്ലസ് ഉണ്ട്. പ്ലസ്സിലേക്ക് നമുക്ക് വരയിട്ടിട്ട് പോവാം. ഓക്കെ, ഇനി മൈനസ് കൊണ്ട് തൊട്ട് മുമ്പ് വരുന്നു. മുമ്പിൽ മൈനസ് വരാൻ പാടില്ല. അപ്പോൾ ഇതിന് മൈനസ് മുമ്പിൽ വന്നിട്ടില്ല. പിന്നെ ഇൻറ്റു പ്ലസ് കഴിഞ്ഞതിന് ശേഷം വരാൻ പറ്റില്ല. അപ്പോൾ ഇത് തെറ്റാണ്, ഇത് പറ്റത്തില്ല. ഈ പ്ലസ്സിന് മുമ്പിൽ മൈനസും ഉണ്ട്, പ്ലസ്സിന് ശേഷം ഇൻറ്റുവും ഉണ്ട്. അപ്പോൾ ഇതും പറ്റില്ല. ഈ പ്ലസ്സിന് മുമ്പിൽ മൈനസും ഉണ്ട്, പ്ലസ്സിന് ശേഷം ഇൻറ്റു ഉണ്ട്. അപ്പോൾ ഇതും പറ്റില്ല. ഈ പ്ലസ്സിന് മുമ്പിൽ അറ്റ് സിമ്പിളാണ്, പ്ലസ്സിന് ശേഷം എന്താ? ഇൻറ്റു ആണ്, അല്ല മൈനസ് ആണ്. അപ്പോൾ 1 എന്നാണ് ആൻസർ വരുന്നത്. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. 7 + 7 × 7 ഈ നമ്പർ നോക്കി വെച്ചേക്കുക. എന്നിട്ട് ഇനി അവർ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്താൽ മതിയാവും. നമുക്ക് എഴുതാം 7. ഈ പ്ലസിന് പകരം എന്താണ് കൊടുക്കേണ്ടത്? പ്ലസ് എന്നാൽ ഡിവിഷൻ. അപ്പോൾ എന്താ? ഡിവൈഡഡ് ബൈ 7. ഇനി അടുത്ത ഇൻറ്റു എന്നാൽ പ്ലസ് 7. ഇനി മൈനസ് എന്നാൽ ഇൻറ്റു. മൈനസിന് എന്ത് കൊടുക്കണം? ഇൻറ്റു 7. ഇനി ഡിവിഷൻ എന്നാൽ -7. ഇനി അടുത്ത പ്ലസ് ആണ് തന്നിരിക്കുന്നത്. പ്ലസ് എന്നാൽ ഡിവിഷൻ. മൈനസ് എന്നാൽ ഇൻറ്റു. പിന്നെ ഡിവിഷൻ എന്നാൽ എന്തായിരുന്നു? ഡിവിഷൻ എന്നാൽ മൈനസ്. ഇനി പ്ലസ് എന്നാൽ ഡിവിഷൻ. പ്ലസ് എന്നാൽ ഡിവിഷൻ 7. ഇനി അടുത്തത് ഇൻറ്റു എന്നാൽ പ്ലസ് 7. ഡിവിഷൻ എന്നാൽ -7. മൈനസ് എന്നാൽ ഇൻറ്റു 7. ആദ്യം ഡിവിഷൻ എല്ലാം നമുക്ക് ചെയ്യാം. 7 / 7 1 പ്ലസ് 7 × 7 49 മൈനസ് 7 / 7 1 പ്ലസ് 7 - 7 പ്ലസ് 7 - 7 × 7 49. ഒരു നിമിഷം, എന്തോ ഒരു സംതിങ് റോങ്. നിമിഷം ഒന്നും കൂടെ നോക്കാം.
7 പ്ലസ് എന്നാൽ ഡിവിഷൻ. പ്ലസ് എന്നാൽ ഡിവിഷൻ എന്ന് പറയുമ്പോൾ 7 ഡിവൈഡഡ് ബൈ 7 ഇൻറ്റു എന്നാൽ പ്ലസ്. അപ്പോൾ പ്ലസ് 7 മൈനസ് എന്നാൽ ഇൻറ്റു 7 പിന്നെ ഏതാ വരുന്നത് -7 ഡിവൈഡഡ് ബൈ 7 പ്ലസ് 7 -7 ഇൻറ്റു 7 ഇങ്ങനെയാണ് വരുന്നത്. ഇവർ പറഞ്ഞ കണ്ടീഷൻ വെച്ച് ഇങ്ങനെയാണ് വരുന്നത്. അപ്പോൾ ആദ്യം ഡിവിഷൻ്റെ എല്ലാം നമുക്ക് ചെയ്തു വെക്കാം. 7 ഡിവൈഡ് ബൈ 7 1. ഇവിടെയും 7 ഡിവൈഡ് ബൈ 7 1. ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞു. അപ്പോൾ 1 പ്ലസ് 49 മൈനസ് 1 പ്ലസ് 7 മൈനസ് 49. ഓക്കെ, -49 പ്ലസ് 49 ക്യാൻസൽ, -1 പ്ലസ് 1 ക്യാൻസൽ, ബാക്കി ആൻസർ എത്ര വരും 7. ഓപ്ഷൻ എ. ഇത് ശ്രദ്ധിച്ച് ചെയ്യണം, അല്ലെങ്കിൽ ഇത് പറയുമ്പോൾ മാറിപ്പോവും. പ്ലസ് എന്നാൽ മൈൻ ഡിവിഷൻ, അത് ഓരോന്ന് ചെയ്യുമ്പോൾ എല്ലാം 7ൻ്റെ കളിയായതുകൊണ്ട് ശ്രദ്ധിച്ച് ചെയ്യണം കേട്ടോ. അടുത്ത 80ാമത്തെ ക്വസ്റ്റ്യനെ, മാർക്കും ആൻ്റണിയും ഒരു IT സ്ഥാപനത്തിലാണ് ജോലി ചെയ്യുന്നത്. ഒരു ജോലി ചെയ്യുന്നതിൽ മാർക്ക് ആൻ്റണിയേക്കാൾ ഇരട്ടി കാര്യക്ഷമതയുള്ളവനാണ്. കൂടാതെ ഒരു പ്രോഗ്രാമിംഗ് ജോലി ചെയ്യാൻ ആൻ്റണിയേക്കാൾ 30 ദിവസം കുറവ് എടുക്കുന്നു. മാർക്കും ആൻ്റണിയും ഒരുമിച്ച് ആ ജോലി ചെയ്യാൻ കഴിയുന്ന സമയം കണ്ടെത്തുക. നമുക്കിത് ഇംഗ്ലീഷിലെ ക്വസ്റ്റ്യൻ വായിക്കുന്നതാണ് കുറച്ചുകൂടെ ബെറ്റർ. മാർക്ക് ആൻഡ് ആൻ്റണി വർക്ക് ഇൻ ആൻ IT ഫേം. മാർക്ക് ഈസ് ട്വൈസ് എഫിഷ്യൻ്റ് ആസ് ആൻ്റണി. അപ്പം മാർക്ക് എന്ന് പറയുന്നത് ട്വൈസ് എഫിഷ്യൻ്റ് ആസ് ആൻ്റണി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. മാർക്ക് എന്ന് പറയുന്ന ആൾ എന്ത് ചെയ്യും? ആൻ്റണിയെക്കാട്ടിലും 2 ഇരട്ടി ജോലി ചെയ്യും. അതായത് ആൻ്റണി ജോലി ചെയ്താൽ മാർക്കും ആൻ്റണിയും ഒരു IT സ്ഥാപനത്തിലാണ് ഒരു ജോലി ചെയ്യുന്നത്. മാർക്ക് ആൻ്റണിയേക്കാൾ ഇരട്ടി കാര്യക്ഷമതയുള്ളതാണ്. മാർക്ക് ആൻ്റണിയേക്കാൾ ഇരട്ടി കാര്യക്ഷമതയുള്ളതാണ്. കൂടാതെ ഒരു പ്രോഗ്രാമിംഗ് ജോലി ചെയ്യാൻ ആൻ്റണിയേക്കാൾ 30 ദിവസം കുറവെടുക്കുന്നു. അപ്പോൾ A മൈനസ് A/2 എന്ന് പറയുന്നതാണ് 30. അതായത് മാർക്ക് ചെയ്യുന്നത് ജോലി, മാർക്കിൻ്റെ കൂടുതലുള്ള ആൻ്റണി പകുതി ജോലി ചെയ്യത്തുള്ളൂ, A/2 ചെയ്യത്തുള്ളൂ. പക്ഷേ മാർക്ക് ആൻ്റണി ഒറ്റയ്ക്ക് ആ ജോലി ചെയ്യുവാണെങ്കിൽ 30 ദിവസം കുറച്ചേ എടുക്കത്തുള്ളൂ. അതായത് മാർക്ക് ചെയ്യുന്ന ജോലി എങ്ങനെയാണ് ചെയ്യുന്നത്? 30 ദിവസം കുറവ് മതി ആൻ്റണിയെക്കാട്ടിലും. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻ്റണി മാർക്ക് ചെയ്യുന്നത് ജോലി ചെയ്യുവാണെങ്കിൽ ആൻ്റണി A/2 ജോലി ചെയ്യത്തുള്ളൂ. അതാണ് എഫിഷ്യൻറ്റ്, ട്വൈസ് ആസ് എഫിഷ്യൻ്റ് ആസ് ആൻ്റണി എന്ന് പറയുമ്പം മാർക്ക് ജോലി ചെയ്യുവാണെങ്കിൽ ആൻ്റണി A/2 ചെയ്യത്തുള്ളൂ. അത് മനസ്സിലായല്ലോ. അതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റ്. മാർക്ക് ചെയ്യുന്നത് ജോലിയാണ്, ആൻ്റണി A/2 ജോലിയെ ചെയ്യത്തുള്ളൂ. അപ്പം 30 ദിവസം വ്യത്യാസം ഉണ്ടെന്ന് പറഞ്ഞാൽ A മൈനസ് A/2 എന്ന് പറയുന്നത് 30 ആണെന്ന് മനസ്സിലാക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ആൻ്റണി ചെയ്യുന്ന ജോലിയുടെ അളവ് നമുക്ക് എത്രയാണെന്ന് മനസ്സിലായി. ആൻ്റണി പകുതിയെ ചെയ്യത്തുള്ളൂ, മാർക്ക് മുഴുവനും ചെയ്യും. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് 2A മൈനസ് A എന്ന് പറയുമ്പോൾ എത്രയാണ്? A/2A മൈനസ് A/2 എന്ന് പറയുമ്പം A/2 ഈക്വൽ ടു 30 എന്ന് കിട്ടും, A ഈക്വൽ ടു 60 എന്നും കിട്ടും. അതായത് ആൻ്റണി
മാർക്ക് 60 ജോലി ചെയ്യും, ആൻ്റണി 30 ജോലിയും ചെയ്യും. മാർക്ക് ചെയ്യുന്ന ജോലി 60 ആൻ്റണി ചെയ്യുന്ന ജോലി 30 നമുക്ക് മനസ്സിലായി. അങ്ങനെ വരുമ്പോൾ മാർക്കും ആൻ്റണിയും കൂടെ ഒന്നിച്ച്, ഇത് മാർക്ക് ചെയ്യുന്ന ഒരു ദിവസത്തെ ജോലിയാണ് 60 ജോലി, ആൻ്റണി ഒരു ദിവസം 30 ജോലിയേ ചെയ്യത്തുള്ളൂ. അത്രയും കാര്യങ്ങൾ നമുക്ക് കിട്ടി. ഈ മാർക്കും ആൻ്റണിയും കൂടെ ആ ജോലി എത്ര ദിവസം കൊണ്ട് തീർക്കുമെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പം മാർക്കിൻ്റെ ഒരു ദിവസത്തെ ജോലി 1/60 + 1/30 ചെയ്യുമ്പം നമുക്ക് എന്ത് കിട്ടും? LCM ചെയ്ത് കിട്ടുമ്പോൾ നമുക്ക് ആൻസർ എങ്ങനെയായിരിക്കും വരുന്നത്? 3/60 എന്ന് വരും. അതായത് 1/20 എന്ന് വരും. എന്ന് വെച്ചാൽ 20 ഡേയ്സ് കൊണ്ട് ഇവർ രണ്ടുപേരും കൂടെ ആ ജോലി കംപ്ലീറ്റ് ചെയ്യും. 20 ഡേയ്സ് കൊണ്ടാണ് ഇവർ രണ്ടും കൂടെ ആ ജോലി കംപ്ലീറ്റ് ചെയ്യുന്നത്. മാർക്ക് ആൻ്റണിയെക്കാട്ടിലും ടോയ്സ് എഫിഷ്യൻ്റ് ആണെന്ന് പറയുമ്പം ആൻ്റണി പകുതി ജോലി ചെയ്യത്തുള്ളൂ, A/2 ജോലി ചെയ്യത്തുള്ളൂ. മാർക്ക് ഒറ്റ ദിവസം കൊണ്ട് A ജോലി ചെയ്യും. അങ്ങനെ അത് കണ്ടുപിടിക്കുമ്പോൾ നമുക്ക് മാർക്ക് ചെയ്യുന്നത് ഒരു ദിവസം 60 ജോലി ചെയ്യും, ആൻ്റണി 30 ജോലിയെ ചെയ്യത്തുള്ളൂ എന്ന് കിട്ടും. ഇത് ഒരു ദിവസത്തെ ജോലിയാണ്. അപ്പോൾ 1/60 + 1/30 ചെയ്യുക. അപ്പോൾ 3/60 കിട്ടും. അങ്ങനെ ആകുമ്പോൾ 1/20 എന്ന് കിട്ടും. അപ്പം ഇതെന്ന് പറയുന്നത് ഒരു ദിവസത്തെ ജോലിയാണ്. അപ്പം മൊത്തം എടുക്കുമ്പോൾ എന്താ, അതിൻ്റെ റെസിപ്രോക്കൽ എടുത്താൽ മതി. 20 ഡേയ്സ് ആണ് കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന സമയം. ഇനി അടുത്തത് നമുക്ക് നേരത്തെ വിട്ടിട്ടുള്ള ക്വസ്റ്റ്യൻസ് എല്ലാം ഒന്നും കൂടെ ചെയ്യാം. ഇവിടെ നോക്കിക്കോളൂ, കുറച്ച് ക്വസ്റ്റ്യൻസ് വിട്ടായിരുന്നല്ലോ. ഒരു AP-യുടെ 21ാമത്തെ പദം അതിൻ്റെ 7ാമത്തെ പദത്തിൻ്റെ 3 ഇരട്ടിയാണ്. 9ാമത്തെ പദം 18 ആണെങ്കിൽ 64ാമത്തെ പദം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്കൊരു ഫോർമുലയുണ്ട്, TN = A + n-1 × D. അങ്ങനെ വരുമ്പം എന്ത് വരും? ഈ ഫോർമുല നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇവർ തന്നിരിക്കുന്നത് T21 തന്നിട്ടുണ്ട്. 21st ടേം എന്ന് പറയുന്നത് എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? 7ാമത്തെ പദത്തിൻ്റെ 3 ഇരട്ടിയാണ്. 7ാമത്തെ പദത്തിന് നമുക്ക് T7 എന്ന് റെപ്രസെൻറ്റ് ചെയ്യാം. അതിൻ്റെ 3 ഇരട്ടി എന്ന് പറയുമ്പോൾ 3 × T7. ഓക്കെ, T21 എന്ന് പറയുന്നത് 3 × T7 ആണ്. പിന്നെ അവർ പറഞ്ഞിരിക്കുന്നത് 9ാമത്തെ പദം 18 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ T9 = 18 എന്നും തന്നിട്ടുണ്ട്. എന്നിട്ട് അവർ ചോദിച്ചിരിക്കുന്നത് T64 എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇത്രയാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്കറിയാവുന്ന കാര്യം TN = A + n-1 × D എന്നും അറിയാം. നമുക്ക് ഇത് വെച്ചിട്ട് ആദ്യം ചെയ്യേണ്ട കാര്യം എയുടെയും ഡിയുടെയും വാല്യൂ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. ഈ രണ്ട് ഇക്വേഷൻ യൂസ് ചെയ്തിട്ട് നമുക്ക് എയുടെയും ഡിയുടെയും വാല്യൂ കണ്ടുപിടിക്കാം. പറ്റുമല്ലോ? നോക്കാം. അതായത് T21 = 3 × T7. T21 നമുക്ക് എങ്ങനെ എഴുതാം? A + n-1 × D എന്ന് പറയുമ്പം A നമുക്കറിയത്തില്ല, അപ്പോൾ അതതുപോലെ എഴുതി. പ്ലസ് n-1 എന്ന് പറയുമ്പോൾ എന്നിൻ്റെ വാല്യൂ 21 ആണ്. 21 - 1 എന്ന് പറയുമ്പോൾ 20D. A + 20D എന്ന് പറയുന്നതാണ് T21. ഓക്കെ, 3 × T7 എന്ന് പറയുമ്പോൾ എത്രയാണ്? എന്നിൻ്റെ വാല്യൂ 7 ആണ്. അപ്പോൾ A + 6D എന്ന് കിട്ടും. 7 - 1 6D. ഇവിടെ ബ്രാക്കറ്റ് ഉണ്ട്. അപ്പോൾ A + 20D = 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 3A + 3 18D എന്ന് കിട്ടും. ഓക്കെ, നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പം A എല്ലാം ഒരു വശത്തേക്ക് പോകുമ്പം എന്ത് വരും? ഇവിടെ 20D - 18D. അപ്പോൾ എത്ര വരും? 2D = 3A - A 2A എന്ന് കിട്ടും. അതായത് ഡിയും എയും ഈക്വൽ ആണെന്ന് കിട്ടി. D = A ആണെന്ന് നമുക്ക് കിട്ടി. ഇനി നമുക്ക് ഇവർ തന്നിരിക്കുന്നത് T9 18 ആണെന്ന് തന്നിട്ടില്ലേ? T9 = 18 ആണെന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഈ T9 നമുക്ക് എങ്ങനെ എഴുതാൻ സാധിക്കും? ഡിയും എയും ഈക്വൽ ആണെന്ന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. D = A. ഇനി നമുക്ക് ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. T9 = 18 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. T9 = 18 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ D = A. T9 = 18 നമുക്ക് എങ്ങനെ എഴുതാം? A +
n-1 ഇൻറ്റു ഡി. അപ്പം 9-1 എന്ന് പറയുമ്പം 8d ഈക്വൽ ടു 18. നമ്മൾ പറഞ്ഞിട്ടുണ്ട് d ഈക്വൽ ടു എ എന്നറിയാം. അപ്പം നമുക്ക് എ പ്ലസ് ഇവിടുത്തെ ഡിക്ക് എ എന്ന് കൊടുക്കാം. 8a ഈക്വൽ ടു 18. അപ്പം 9a ഈക്വൽ ടു 18. അപ്പോൾ എയുടെ വാല്യൂ എത്രയായി? 18/9 എന്ന് പറയുമ്പോൾ എത്ര വരും? 2 കിട്ടും. എയും ഡിയും ഈക്വൽ ആയതുകൊണ്ട് എയും 2 ആണ്, ഡിയും 2 ആണ്. ഇത്രയും കൊണ്ട് നമ്മുടെ എയും ഡിയും കണ്ടുപിടിക്കാനാണ് ഇവർ പറഞ്ഞത്. അല്ല, ഇവർ പറഞ്ഞിരിക്കുന്നത് T64 കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. T64 കണ്ടുപിടിക്കുകയാണെങ്കിൽ നമുക്ക് എ പ്ലസ് 63d. ഓക്കെ, അപ്പോൾ എയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. 63 ഇൻറ്റു ഡിയുടെ വാല്യൂ നമുക്ക് എന്ത് കിട്ടി? 2 എന്ന് കിട്ടി. 60 120 126 128 ആണ്. ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് എന്താണ്? 128. ഓപ്ഷൻ സി. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോകാം. ഇതൊക്കെ നമ്മൾ ചെയ്തായിരുന്നു ഡിപ്പോയിൽ ചെയ്തായിരുന്നു. ഇനി ഒരു ഡയറക്ഷൻ്റെ ക്വസ്റ്റ്യൻ എന്തോ മിസ്സിങ് ആണെന്ന് തോന്നുന്നു. യെസ്, നമുക്കുള്ളത് ഡയറക്ഷൻ്റെ ഒരു പ്രോബ്ലം ആണേ. നമുക്ക് ക്വസ്റ്റ്യൻ വായിച്ചു നോക്കാം. അക്ബർ 10 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ച് കിഴക്കോട്ട് തിരിഞ്ഞ് 7 കിലോമീറ്റർ സഞ്ചരിച്ച് പിന്നീട് തെക്കോട്ട് തിരിഞ്ഞ് 14 കിലോമീറ്റർ സഞ്ചരിച്ച് വലത്തേക്ക് തിരിഞ്ഞ് 4 കിലോമീറ്റർ സഞ്ചരിച്ചു. അക്ബറിൻ്റെ ആരംഭ സ്ഥാനത്ത് നിന്ന് ഫിനിഷിംഗ് സ്ഥാനത്തേക്കുള്ള ദൂരം എത്രയാണ്? 10 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ച് കിഴക്കോട്ട് തിരിഞ്ഞ് 7 കിലോമീറ്റർ സഞ്ചരിച്ചെന്ന് പറയുമ്പോൾ എന്താണ് റിസൾട്ട് വരുന്നത്? എന്താണ്? 10 കിലോമീറ്റർ വടക്കോട്ട് സഞ്ചരിച്ച് പിന്നീട് കിഴക്കോട്ട് തിരിഞ്ഞ് 7 കിലോമീറ്റർ സഞ്ചരിച്ചെന്ന് പറയുമ്പോൾ പിന്നീട് തെക്കോട്ട് തിരിഞ്ഞ് 14 കിലോമീറ്റർ സഞ്ചരിച്ചു. അതിനുശേഷം എന്ത് ചെയ്യുന്നത്? ഇതിലൂടെ വടക്കോട്ടുള്ള 10 കിലോമീറ്റർ ദൂരം താണ്ടുമ്പോഴും പ്രാരംഭ സ്ഥാനത്ത് നിന്ന് 4 കിലോമീറ്റർ തെക്കായിട്ട് എത്തിയിട്ടുണ്ട്. അതായത് 14 നിന്ന് 10 കുറയ്ക്കുമ്പം എന്ത് കിട്ടും? 4 കിട്ടും. ഇവർ 14 നിന്ന് 10 കുറയ്ക്കുമ്പോൾ എന്താകും? 4 ആകും. പിന്നെന്താണ് പറഞ്ഞിരിക്കുന്നത്? വലത്തോട്ട് തിരിഞ്ഞ് 4 കിലോമീറ്റർ സഞ്ചരിച്ചു. പിന്നെന്ത് ചെയ്തു? തെക്കോട്ട് സഞ്ചരിച്ച ശേഷം വലത്തോട്ട് തിരിയുക എന്ന് പറഞ്ഞാൽ പടിഞ്ഞാറോട്ട് തിരിയുക എന്നാണ് അർത്ഥം. കിഴക്കോട്ട് സഞ്ചരിച്ച് 7 കിലോമീറ്ററിൽ നിന്ന് 4 കിലോമീറ്റർ കുറച്ചിട്ട് പ്രാരംഭ സ്ഥാനത്തെത്തുക എന്ന് പറയുമ്പം 7 - 4 = 3. ഓക്കെ, 14 നിന്ന് 10 കുറയ്ക്കുമ്പോൾ എന്ത് കിട്ടും? 4 കിലോമീറ്റർ എന്നും കിട്ടും. 7 നിന്ന് 4 കുറയ്ക്കുമ്പോൾ 3 കിലോമീറ്റർ എന്നും കിട്ടും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ത്രികോണത്തിൻ്റെ ഷേപ്പിൽ വരും. ഈ ത്രികോണത്തിൻ്റെ ഒരു ലംബ ത്രികോണത്തിൻ്റെ ഷേപ്പിലാണ് വരുന്നത്. ഇതിൻ്റെ ഒരു സൈഡ് 4ഉം കിഴക്കോട്ടുള്ള സൈഡ് 3ഉമാണ്. ഇവിടെ 4 ആണെന്ന് കിട്ടി. കർണത്തിൻ്റെ ദൂരമാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ √4² + 3² എന്ന് വരും. √4² + 3² എന്ന് വരും. എന്നാൽ 16 + 9 = 25 ആണ് വരുന്നത്. √25 വരും. √25 എത്രയാണ്? 5 ആണ് ആൻസറായിട്ട് വരുന്നത്. ഈ ക്വസ്റ്റ്യനിൽ 14 - 10 വരും. പിന്നീട് വരുന്നത് 7 - 4 വരും. അങ്ങനെ യാത്ര ചെയ്തതിൻ്റെ വരുമ്പം ഡയറക്ഷൻ എല്ലാം മാറി വരുമ്പം ഒരു ത്രികോണത്തിൻ്റെ ഷേപ്പിലാണ് വരുന്നത്. അങ്ങനെ കിട്ടുമ്പോൾ കർണം സ്ക്വയർ = പാദം സ്ക്വയർ + ലംബം സ്ക്വയർ എന്ന് വരും. അപ്പോൾ √4² + 3² √25 = 5 എന്ന് കിട്ടും. ഇതാണ് ആൻസർ വരുന്നത്. 5 കിലോമീറ്റർ ആണ്. നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.